നമ്മിൽ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, ആരും തനിക്കായി തന്നെ മരിക്കുന്നതും ഇല്ല. ജീവിതത്തിൻ്റെ സുപ്രധാനമായ 3 അവസ്ഥകളാണ് ജനനം, ജീവിതം, മരണം. ഇതിൽ ആരും അഹങ്കരിക്കാത്ത ഒന്നാണ് ജനനം എന്നത്. എന്നാൽ ജീവിതവും മരണവും പലരും അഹങ്കാരത്തോടെ കാണാറുണ്ട്. തങ്ങളുടേതായ ചിന്തകളും ലക്ഷ്യങ്ങളുമാണ് ഇവയിലൂടെ നിറവേറിയത് എന്ന ചിന്തയോടെ. നാമും ചിലപ്പോഴൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ടില്ലേ? എന്നാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് നാം ഇറങ്ങിച്ചെല്ലുകയാണ് എങ്കിൽ പലതും നമ്മുടെ നിയന്ത്രണത്തിൽ ആയിരുന്നില്ല എന്ന സത്യം നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. ആരുടെയോ ആഗ്രഹപ്രകാരം നാം ജന്മമെടുക്കുന്നു, ആരുടെയൊക്കെയോ ആഗ്രഹങ്ങൾ നിറവേറ്റുവാനായി ജീവിക്കുന്നു. മാതാപിതാക്കളുടെ, സുഹൃത്തുക്കളുടെ, മക്കളുടെ, അങ്ങനെ പലരുടെയും സ്വന്തം ആഗ്രഹങ്ങളെക്കാൾ ഉപരിയായി മറ്റു പലതും ജീവിതത്തിൽ വന്നു ഭവിക്കുന്നു. അങ്ങനെ ആഗ്രഹിക്കാത്ത സമയത്ത് മരണവും. പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകൾ കടമെടുത്താൽ, നമുക്കായി ജീവിക്കുവാനോ മരിക്കുവാനോ നമുക്ക് സാധ്യമല്ല. അങ്ങനെയെങ്കിൽ നമുക്ക് അഹങ്കാരങ്ങൾ വെടിഞ്ഞ്, സ്വാർത്ഥതകൾ വെടിഞ്ഞ് ദൈവത്തിനായി ജീവിക്കാമോ? നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ ഹിതത്തിനായി വിട്ടുകൊടുക്കാൻ കഴിഞ്ഞാൽ ജീവിതം ധന്യമായി. ദൈവഹിതപ്രകാരം നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താമോ? Have the peace from our Lord Almighty.